തറവാട്ടിൽ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളാണ്. മാധവൻ തമ്പുരാന്റെ കുടുംബക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം. നാട്ടുകാർ മുഴുവൻ വരും. ബന്ധുക്കൾ, വലിയ വലിയ പ്രമാണിമാർ. മുറ്റം മുഴുവൻ പന്തൽ, ചെണ്ടമേളം, വൈദ്യുത ദീപങ്ങൾ ഒക്കെയുണ്ട്. മാളവിക രാവിലെ മുതൽ തിരക്കിലാണ്. വല്യമ്മച്ചയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ, വിളക്കുകൾ തെളിക്കൽ, വരുന്നവരെ സ്വീകരിക്കൽ. അവൾ ഇന്ന് ഒരു ഇളം പച്ച പട്ടുസാരിയാണ് ഉടുത്തിരിക്കുന്നത്. കാതിൽ ആദ്യത്തെ കൊടുത്ത റോസാപ്പൂ കമ്മൽ, മുടിയിൽ മുല്ലപ്പൂവും. കണ്ണുകളിൽ കൺമഷി എഴുതിയപ്പോൾ പൂച്ചക്കണ്ണുകൾക്ക് കൂടുതൽ തിളക്കം. അവൾ സന്തോഷവതിയാണ്. കഴിഞ്ഞ പിറന്നാൾ മുതൽ അവളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ. അദ്ദേഹം മാറുകയാണ് പതിയെ. പക്ഷെ ആദിത്യ, അവൻ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുകയാണ്. കറുത്ത കുർത്ത, മുഖത്ത് പതിവ് ഗൗരവം. പക്ഷേ കണ്ണുകൾ മുറ്റത്തോടി നടക്കുന്ന മാളവികയിൽ ഉടക്കി നിൽക്കുന്നു. അവളുടെ ആ ചിരി, അവളുടെ കമ്മൽ, അവൾ മറ്റുള്ളവരോട് വിനയത്തോടെ സംസാരിക്കുന്നത് എല്ലാം അവൻ കാണുന്നുണ്ട്. ഭംഗിയുണ്ട്, അവൻ്റെ മനസ്സ് പറഞ്ഞു. ഉടനെ അവൻ തല വെട്ടിച്ചു. ഛേ, ഞാൻ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? വൈകുന്നേരമായപ്പോൾ ആളുകൾ വന്നു തുടങ്ങി. തറവാട്, ബന്ധുക്കൾ, പ്രധാനമായും ആദിത്യയുടെ ചിറ്റപ്പൻ്റെ ഭാര്യയും മകളും, ജാനകിയമ്മയും ദിവ്യയും. ജാനകിയമ്മ പഴയ തറവാടി അഹങ്കാരിയാണ്. ദിവ്യ ആകട്ടെ ആദിത്യയെ കല്യാണം കഴിക്കാൻ കൊതിച്ചവളാണ്. മാളവിക വന്നതോടെ അവളുടെ സ്വപ്നം പൊലിഞ്ഞു. ആഹാ, ഇതാരാ? പുതിയ വേലക്കാരിയോ? ജാനകിയമ്മ മാളവികയെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു. മാളവികയുടെ ചിരി മാഞ്ഞു. അവൾ തല താഴ്ത്തി. അല്ല ചിറ്റമ്മേ, ഞാൻ... അറിയാം. ദിവ്യ ചാടിക്കയറി. കടം വീട്ടാൻ കൊണ്ടുവന്നവൾ, ആദിയേട്ടൻ്റെ ഭാര്യ. കേട്ടിട്ട് തന്നെ ചിരി വരുന്നു. ചുറ്റും നിന്ന് കുറച്ച് സ്ത്രീകൾ അടക്കം പറഞ്ഞു ചിരിച്ചു. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതിയെ അവിടെ നിന്ന് മാറാൻ തുടങ്ങി. മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ആദിത്യ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ മുഷ്ടി ചുരുണ്ടു, കണ്ണുകൾ ചുവന്നു. അവളെ കളിയാക്കുകയാണോ എൻ്റെ വീട്ടിൽ വെച്ച്? സന്ധ്യയ്ക്ക് ദീപാരാധന. എല്ലാവരും ക്ഷേത്രനടയിൽ കൂടി. മാളവിക ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. വിളക്ക് തെളിയിക്കാൻ പോലും അവളെ ആരും വിളിച്ചില്ല. ജാനകിയമ്മ ഉറക്ക പറഞ്ഞു. തറവാട്ടിലെ കാര്യങ്ങൾ തറവാട്ടുകാർ തന്നെ നോക്കണം. പുറത്തുനിന്ന് വരുന്നവർ കണ്ടു നിന്നാ മതി. ആ വാക്കുകൾ മാളവികയുടെ നെഞ്ചിൽ തറച്ചു. അവൾക്ക് കരച്ചിൽ വന്നു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരയാൻ പാടില്ലല്ലോ. അവൾ പതിയെ പിന്നോട്ട് നടന്നു, ഇരുട്ടുള്ള ഒരു മൂലയിലേക്ക്. അവിടെ നിന്ന് തേങ്ങി. ദീപാരാധന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ആദിത്യ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ നടത്തത്തിൽ ഒരു വേഗത, കണ്ണുകളിൽ തീ. അവൻ നേരെ ചെന്നത് ജാനകിയമ്മയുടെയും ദിവ്യയുടെയും അടുത്തേക്കാണ്. ചുറ്റും ആളുകളുണ്ട്. ബന്ധുക്കൾ, നാട്ടുകാർ, പഞ്ചായത്ത് മെമ്പർ വരെ ഉണ്ട്. ചിറ്റമ്മേ! ആദിത്യയുടെ ശബ്ദം മുഴങ്ങി. എല്ലാവരും നിശബ്ദരായി. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ മോനെ ആദി? ജാനകിയമ്മ ചിരിച്ചു. ഈ തറവാട്ടിലെ കാര്യങ്ങൾ തറവാട്ടുകാർ നോക്കണമെന്ന് ചിറ്റമ്മ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അതിന്? ആദിത്യ ഒന്ന് നിർത്തി. അവൻ്റെ കണ്ണുകൾ ജനക്കൂട്ടത്തിൽ മാളവികയെ തിരഞ്ഞു. അവൾ ഇരുട്ടിൽ ഒരു തൂണിൻ്റെ മറവിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൻ അവളുടെ നേരെ നടന്നു. എല്ലാവരും അമ്പരന്ന് നോക്കി. അവൻ ചെന്ന് അവളുടെ മുന്നിൽ നിന്നു. തല ഉയർത്തി നിൽക്ക്. മാളവിക ഞെട്ടി. കണ്ണീർ തുടച്ച് അവൾ പതിയെ തല ഉയർത്തി. ആദിത്യ അവളുടെ കയ്യിൽ പിടിച്ചു മുറുകെ. എന്നിട്ട് അവളെയും കൂട്ടി നടുക്കത്തിലേക്ക് നടന്നു. ജാനകിയമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തി. മുറ്റത്ത് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. ആദിത്യ എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് ഗർജിച്ചു. ഇവൾ മാളവിക, മാധവൻ തമ്പുരാന്റെ മരുമകൾ, എൻ്റെ ഭാര്യ. ഒരു നിമിഷം മുറ്റം മുഴുവൻ നിശബ്ദം. ഇനി മേലാൽ ഈ തറവാട്ടിൽ വെച്ച്
എൻ്റെ മുന്നിൽ വെച്ച് ഇവളെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാ അത് ഞാൻ എന്നോട് പറഞ്ഞതായി കണക്കാക്കും. മനസ്സിലായോ? അവൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി. ജാനകിയമ്മയുടെ മുഖം വിളറി. ദിവ്യയുടെ ചുണ്ടുകൾ വിറച്ചു. മാളവിക സ്തബ്ധയായി നിന്നു. അവൾ അവളുടെ കയ്യിൽ അവൻ്റെ പിടി, ഉറച്ച പിടി, ചൂടുള്ള പിടി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ എല്ലാവരുടെയും മുന്നിൽ. ആദിത്യ അവളെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമില്ല, ഒരുതരം ഉടമസ്ഥതാഭാവം, സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം. വാ, അവൻ മെല്ലെ പറഞ്ഞു. നമുക്ക് വിളക്ക് തെളിയിക്കാം. അവൻ അവളുടെ കൈ വിടാതെ ക്ഷേത്രനടയിലേക്ക് നടന്നു. അവളുടെ കയ്യിൽ ഒരു വലിയ നിലവിളക്ക് കൊടുത്തു. തെളിക്ക്, നീയാണ് ഈ തറവാട്ടിലെ ലക്ഷ്മി. മാളവികയുടെ കൈ വിറച്ചു. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി. പക്ഷേ ഇത്തവണയത് സങ്കടത്തിൻ്റെ അല്ല, അഭിമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ. അവൾ വിറയ്ക്കുന്ന കൈയോടെ വിളക്ക് തെളിച്ചു. ആ പ്രകാശം അവളുടെ മുഖത്ത് വീണു. പൂച്ച കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. ചുറ്റും നിന്നവർ അമ്പരന്ന് നോക്കി നിന്നു. കലിപ്പൻ ആദിത്യവർമ്മ മാറുകയാണ് ആ പാവം പെണ്ണിന് വേണ്ടി. ആദിത്യ അവളുടെ അടുത്ത് നിന്നു അവളെ നോക്കി. ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്ന് അവൻ്റെ മനസ്സവനോട് ചോദിച്ചു. ഉത്തരം അവൻ്റെ ഹൃദയത്തിനറിയാം. കാരണം അവൾ അവൻ്റേതാണ്. അവളുടെ കണ്ണീർ അവൻ്റെ വേദനയാണ്. ദേഷ്യം സ്നേഹത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് പിന്നെ തറവാട് കണ്ടത്. ഉത്സവം കഴിഞ്ഞ് 2 ദിവസമായി. തറവാട്ടിൽ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. ആദിത്യയുടെ പ്രഖ്യാപനം കഴിഞ്ഞതിൽ പിന്നെ ആരും മാളവികയെ ഒരു വാക്കുപോലും പറയാൻ ധൈര്യപ്പെട്ടില്ല. ജാനകിയമ്മയും ദിവ്യയും പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടു. മാളവികയുടെ മുഖത്ത് ഇപ്പോൾ ഒരു ശാന്തതയൊക്കെയുണ്ട്, ഒരാത്മവിശ്വാസം. അവൾ നടക്കുമ്പോൾ തല ഉയർത്തിയാണ് നടക്കുന്നത്. കാതിലെ റോസാപ്പൂ കമ്മൽ തിളങ്ങും. ആദിത്യ, അവൻ പഴയ പോലെ തന്നെ, മിണ്ടാട്ടം കുറവ്, മുഖത്ത് ഗൗരവം. പക്ഷെ ഇപ്പോൾ അവൻ മാളവികയെ നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ വിളമ്പുന്നത് അവൻ മിണ്ടാതെ കഴിക്കും. അവളുടെ കൈ വിറയ്ക്കുന്നത് കണ്ട അവൻ്റെ പുരുകമൊന്ന് ചുളിയും, അത്രമാത്രം. അന്ന് രാവിലെ ആദിത്യ സൂട്ട് കേസ് പാക്ക് ചെയ്യുകയായിരുന്നു. മാളവിക വാതിൽക്കൽ വന്ന് നിന്നു. സാറേ, കാപ്പി. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ടേബിൾ വെച്ചിട്ട് പോയിക്കോ. മാളവിക കാപ്പി വെച്ച് പോകാൻ തുടങ്ങിയതും അവൻ വിളിച്ചു. നിൽക്ക്. അവൾ നിന്നു. ഹൃദയം പടപടാന്നിടിച്ചു. ഞാൻ ഒരാഴ്ചത്തേക്ക് മുംബൈക്ക് പോവുകയാണ്. ബിസിനസ് മീറ്റിംഗ്, അവൻ പറഞ്ഞു. ശബ്ദത്തിൽ ഒരു അടുപ്പക്കുറവ്. വല്യമ്മച്ചയുടെ കാര്യം, വീടിൻ്റെ കാര്യം എല്ലാം നോക്കിക്കൊള്ളണം. ശരി സാറേ, അവൾ തലയാട്ടി. അവൻ അവളെ ഒന്ന് നോക്കി. എന്തോ പറയാൻ വന്നതാണ്, പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. പോയിട്ട് വരാം, അവൻ അത്രമാത്രം പറഞ്ഞു. അത്രമാത്രം. ഒരു യാത്ര പറച്ചിൽ പോലുമില്ല. മാളവികയുടെ മുഖം വാടി. അവൾ പതിയെ ഇറങ്ങിപ്പോയി. ആദിത്യ അപ്പം തന്നെ പോയി. വീട് ശൂന്യമായി തോന്നി മാളവികയ്ക്ക്. അവൻ ദേഷ്യപ്പെടുമ്പോഴും മിണ്ടാതിരിക്കുമ്പോഴും അവൻ്റെ സാന്നിധ്യം വീട് നിറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ശൂന്യത അലോസരപ്പെടുത്തുന്നു. 1-ാം ദിവസം രാവിലെ അവൾ ഫോൺ നോക്കി. ഒരു മിസ്ഡ് കോൾ ഇല്ല, ഒരു മെസ്സേജ് ഇല്ല. തിരക്കായിരിക്കും, അവൾ സ്വയം സമാധാനിപ്പിച്ചു. 2-ാം ദിവസം അവൾ വല്യമ്മച്ചിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ വല്യമ്മച്ചി ചോദിച്ചു, ആദി വിളിച്ചോ മോളെ? ഇല്ല വല്യമ്മച്ചി. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. തിരക്കായിരിക്കും. 3-ാം ദിവസം അവൾ രാത്രി കിടക്കാൻ നേരം ഫോൺ നോക്കി. സ്ക്രീൻ മിന്നുന്നില്ല. ഞാൻ ആരാ അദ്ദേഹത്തിന്? വെറും ഒരു കടമ. പോയിട്ട് വിളിക്കാൻ മാത്രം എന്ത് ബന്ധം? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉത്സവത്തിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇതാണോ? ഒരു ഫോൺ കോൾ പോലും അർഹിക്കുന്നില്ലേ താൻ? 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ മനസ്സ് തകരുകയായിരുന്നു. അദ്ദേഹം എന്നെ മറന്നു. ആ പ്രഖ്യാപനം വെറും ദേഷ്യം കൊണ്ട് ചെയ്തതാണ്. ചിറ്റമ്മയോടുള്ള ദേഷ്യം, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. മുംബൈ താജ് ഹോട്ടൽ. ആദിത്യയുടെ മീറ്റിങ്ങുകളെല്ലാം തീർന്നിരുന്നു. ഡീൽ ഉറപ്പിച്ചു. 1000 കോടിയുടെ പ്രോജക്റ്റ്.
പക്ഷെ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. രാത്രി ഹോട്ടൽ മുറിയിലിരിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കും. മാളവികയുടെ നമ്പർ സ്ക്രീനിൽ തെളിയും. വിരൽ ഡയൽ ബട്ടണിലെത്തും. പിന്നെ നിർത്തും. എന്ത് പറഞ്ഞു വിളിക്കും? സുഖമാണോ എന്ന്? ഛേ, ഞാൻ ആദിത്യവർമ്മയാണ്. ഞാൻ അങ്ങനെ ആരെയും മിസ് ചെയ്യാറില്ല. അവൻ ഫോൺ ദേഷ്യത്തോടെ മാറ്റിവെക്കും. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ അവളുടെ മുഖം. ഉത്സവത്തിന് വിളക്ക് തെളിയിച്ചപ്പോൾ കണ്ണുനീരോടെ ചിരിച്ച മുഖം, കാതിലെ റോസാപ്പൂ കമ്മൽ. അവളിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? ഭക്ഷണം കഴിച്ചോ? കരയുകയാണോ? അവന് സ്വയം ദേഷ്യം വന്നു. എന്തിനാ ഞാൻ അവളെ ഓർക്കുന്നത്? അവൾ എൻ്റെ ആരുമല്ല. പക്ഷെ അപ്പോഴും ഹൃദയം സത്യം പറയും, അവൾ അവൻ്റേതാണ്, അവൻ അംഗീകരിച്ചില്ലെങ്കിലും. 6-ാം ദിവസം രാത്രി അവൻ നഗരം ചുറ്റി നടന്നു. ഒരു കടയുടെ മുന്നിൽ അവൻ്റെ കാലുകൾ നിന്നു. ഒരു ജ്വല്ലറി ഷോക്കേസിൽ ഒരു മാല, വെള്ളിയിൽ തീർത്ത ഒരു നേർത്ത മാല. അതിലൊരു ചെറിയ ലോക്കറ്റ് തുറക്കാം. അതിനുള്ളിൽ ഒരു റോസാപ്പൂവിൻ്റെ ഡിസൈൻ. അവൻ്റെ മനസ്സിൽ മിന്നി അവളുടെ കമ്മൽ, റോസാപ്പൂ. അവൻ അറിയാതെ കടയിലേക്ക് കയറി. ഇത് പാക്ക് ചെയ്യൂ. 7-ാം ദിവസം, ആദിത്യ തിരിച്ചു വരുന്ന ദിവസം. മാളവിക രാവിലെ മുതൽ അസ്വസ്ഥയായിരുന്നു. അവൻ വരുന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ പോയവൻ, തന്നെ ഒന്ന് വിളിക്കാത്തവൻ. ഞാൻ സന്തോഷം കാണിക്കരുത്. അദ്ദേഹത്തിന് എന്നെ വേണ്ട, ഞാനും അങ്ങനെ തന്നെ കാണിക്കണം. വൈകുന്നേരം 6 മണി. കാറിൻ്റെ ശബ്ദം. ആദിത്യ വന്നിറങ്ങി. മുഖത്ത് ക്ഷീണം, പക്ഷേ കണ്ണുകൾ വീടിനുള്ളിലേക്ക് പരതി. മാളവിക പൂമുഖത്ത് വന്ന് നിന്നു. മുഖത്ത് ഒരു വികാരവും ഇല്ല. സ്വാഗതം സാറേ. അവൻ ഒറ്റ വാക്ക്. അവളെ ഒന്ന് നോക്കി. ഒരാഴ്ച കൊണ്ട് അവൾ മെലിഞ്ഞോ? കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. കരഞ്ഞിട്ടുണ്ടോ? അവൻ്റെ നെഞ്ചിൽ ഒരു വിങ്ങൽ. അവൻ നേരെ മുകളിലേക്ക് പോയി. മാളവിക താഴെ നിന്നു. കണ്ടില്ലേ, ഒരു നോട്ടം പോലും. ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ്. അവൾ അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ താഴെ വന്നു. കുളിച്ച് ഫ്രഷായിട്ടുണ്ട്. ചായ അവൾ ടേബിളിൽ വെച്ചു. അവൻ ചായ എടുത്തില്ല. പകരം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്ത് ടേബിളിൽ വെച്ചു. ഇത് നിനക്കാ. മാളവിക ഞെട്ടി. എനിക്കോ? മുംബൈയിൽ കണ്ടപ്പോൾ വല്യമ്മച്ചിക്ക് കൊടുക്കാൻ വാങ്ങിയതാ. പക്ഷേ ഇത് നിനക്ക് ചേരും, നീ വെച്ചോ. അവൻ മുഖം തിരിച്ചു. വല്യമ്മച്ചിക്കെന്ന് കള്ളം പറഞ്ഞു. കാരണം നിനക്ക് വേണ്ടി വാങ്ങിയതാ എന്ന് പറയാൻ അവൻ്റെ ഈഗോ സമ്മതിച്ചില്ല. മാളവിക വിറയ്ക്കുന്ന കൈയോടെ ബോക്സ് തുറന്നു. വെള്ളിമാല, അതിലെ റോസാപ്പൂ ലോക്കറ്റ്, അവളുടെ കമ്മലുമായി അതേ ഡിസൈൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത് യാദൃച്ഛികമല്ല. അവൻ ഓർത്തു. അവൻ തിരഞ്ഞെടുത്തു. അവളുടെ കമ്മൽ ഓർത്തു. അവൾക്ക് വേണ്ടി. സാറേ, ഞാൻ... താങ്ക്സ്. അവളുടെ ശബ്ദം ഇടറി. ആദിത്യ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുനീർ കണ്ടു. അവൻ്റെ ദേഷ്യം മുഴുവൻ അലിഞ്ഞുപോയി. കരയാതെ, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്യാത്തത് തിരക്കായിരുന്നു. അത്രേ ഉള്ളൂ. കള്ളം, വീണ്ടും കള്ളം. തിരക്കല്ല, വിളിക്കാൻ ധൈര്യമില്ലായിരുന്നു. മിസ് ചെയ്യുന്നു എന്ന് സമ്മതിക്കാൻ പറ്റില്ലായിരുന്നു. മാളവിക തലയാട്ടി. പക്ഷെ അവൾക്കറിയാം, അവൻ്റെ കണ്ണുകളിലെ ഭാവം അവൾക്ക് വായിക്കാൻ കഴിയും. അവൾ മാലയെടുത്തു. ഇട്ട് തരുവോ? ആദിത്യ ഒരു നിമിഷം നിന്നു. പിന്നെ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്ന് മാല വാങ്ങി. അവൾ തല കുനിച്ചു. അവളുടെ കഴുത്തിൻ്റെ പിന്നിൽ, മുടിക്കിടയിൽ അവൻ്റെ വിരലുകൾ തൊട്ടപ്പോൾ അവളൊന്ന് വിറച്ചു. അവൻ്റെ വിരലുകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാല ഇട്ടുകൊടുത്ത് അവൻ പെട്ടെന്ന് പിന്നോട്ട് മാറി. ശരിയായി, നിനക്ക് ചേരും, അവൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ വേഗം തിരിഞ്ഞു നടന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് അവനൊന്ന് നിന്നു. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, ഇനി ഞാൻ പോയാ വിളിക്കാം, എല്ലാ ദിവസവും. മാളവികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു, കണ്ണുനീരിനിടയിലും. അവൾ മാലയിൽ തൊട്ടു. ലോക്കറ്റ് തുറന്നു. അകത്ത് റോസാപ്പൂ. കലിപ്പൻ്റെ ഹൃദയവും പതിയെ വിടരുകയാണ്, ഒരു റോസാപ്പൂ പോലെ, അവൾക്ക് വേണ്ടി മാത്രം. ഒരാഴ്ച കഴിഞ്ഞു. മാളവികയുടെ കഴുത്തിലിപ്പോൾ എപ്പോഴും ആ വെള്ളിമാല കിടക്കും. റോസാപ്പൂ ലോക്കറ്റ്. കുളിക്കുമ്പോൾ പോലും അവളെ ദൂരാറില്ല. ആദിത്യ മാറിയിട്ടുണ്ട്.
പഴയതുപോലെ ദേഷ്യപ്പെടാറില്ല. പക്ഷേ സ്നേഹിക്കുന്നുവെന്ന് വാക്കാൽ പറയാറുമില്ല. പ്രവൃത്തിയിലാണ് അവൻ്റെ സ്നേഹം. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ വല്യമ്മച്ചിക്ക് മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കും. രാത്രി വരുമ്പോൾ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. ഫോൺ ചെയ്യും. ലാൻഡ് ഫോൺ എടുക്കുന്നില്ലേ, ഞാൻ വൈകും, ഉറങ്ങിക്കോ എന്ന് പറയും. ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ മാളവികയ്ക്കത് വലിയ കാര്യങ്ങളായിരുന്നു. കലിപ്പൻ്റെ കെയർ. അന്ന് വൈകുന്നേരം തറവാട്ടിലേക്ക് ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയത് ദിവ്യ, ചിറ്റപ്പൻ്റെ മകൾ. ഉത്സവത്തിന് അപമാനിതയായി പോയവൾ പ്രതികാരവുമായി തിരിച്ചു വന്നിരിക്കുന്നു. ആദ്യേട്ടാ, ദിവ്യ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സിൽക്ക് സാരി, മുഴുവൻ മേക്കപ്പും. ആദിത്യ ഹാളിൽ പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. മാളവിക അവന് ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയതേ ഉള്ളൂ. ദിവ്യയെ കണ്ടതും ആദിത്യയുടെ പുരുകം ചുളിഞ്ഞു. നീ എന്താ ഇവിടെ? എന്താ ആദ്യേട്ടാ, വരാൻ പാടില്ലേ? ചിറ്റപ്പൻ്റെ മോളല്ലേ ഞാൻ. ദിവ്യ ചിരിച്ചു. പറ്റില്ലല്ലേ? ദിവ്യ മാളവിയുടെ അടുത്തേക്ക് എന്നു. നീ എന്ത് കരുതി? ആദ്യേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നോ? മണ്ടി. അദ്ദേഹം കെട്ടിയത് കടം വീട്ടാൻ, അല്ലാതെ നിന്നെപ്പോലെ ഒരു... നിർത്ത്! ആദിത്യയുടെ ഗർജനം കേട്ട് വീട് മുഴുവൻ മുഴങ്ങി. ദിവ്യ ഞെട്ടി പിന്നോട്ട് മാറി. ആദിത്യയുടെ ഗർജനം വീട് മുഴുവൻ മുഴങ്ങി. ദിവ്യ ഞെട്ടി പിന്നോട്ട് മാറി. ആദിത്യ മാളവികയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ വിറയ്ക്കുന്ന കയ്യിൽ നിന്ന് ട്രേ വാങ്ങി ടേബിളിലേക്ക് വച്ചു. പിന്നെ അവളുടെ തോളിൽ കൈവച്ചു. അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി. തല ഉയർത്തി നിൽക്ക്, അവൻ മെല്ലെ പറഞ്ഞു. ശബ്ദത്തിൽ ദേഷ്യമില്ല, ഒരു ഉറപ്പ് മാത്രം. മാളവിക കണ്ണുനീരോടെ അവനെ നോക്കി. പോരെ, ഇനിയും അപമാനിക്കണോ എന്നെ? ആദിത്യ ദിവ്യയുടെ നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖം കല്ലുപോലെ കടുത്തിരിക്കുന്നു. പക്ഷെ കണ്ണുകളിൽ ഒരു തിളക്കം, ഒരു തീരുമാനത്തിൻ്റെ തിളക്കം. ദിവ്യേ, നീ ഒരു കാര്യം ചോദിച്ചു, എനിക്ക് നാണമില്ലേ എന്ന്. അവൻ്റെ ശബ്ദം തറവാട് മുഴുവൻ മുഴങ്ങി. വല്യമ്മച്ചി പോലും മുറിയിൽ നിന്നിറങ്ങി വന്നു. ഇല്ല, എനിക്ക് നാണമില്ല. കാരണം... അവൻ മാളവികയുടെ കൈ പിടിച്ചു, മുറുകെ, എല്ലാവരും കാണുകെ. കാരണം ഇവളാണ് എൻ്റെ അഭിമാനം. ഒരു നിമിഷം നിശബ്ദത. മാളവികയുടെ ശ്വാസം നിലച്ചുപോയി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്താ പറഞ്ഞത്? ദിവ്യയുടെ മുഖം വിളറി. ആദ്യേട്ടാ? അതെ, ആദിത്യയുടെ ശബ്ദമുറച്ചു. എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആശാരിയുടെ മകൾ. വല്യമ്മച്ചിക്ക് അറ്റാക്ക് വന്നപ്പോൾ ഓടി വന്ന് രക്ഷിച്ചവൾ. ഞാൻ പനിച്ചു കിടന്നപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ കൂട്ടിരുന്നവൾ. എൻ്റെ വീട് നോക്കുന്നവൾ, എൻ്റെ വല്യമ്മച്ചിയെ നോക്കുന്നവൾ. അവൻ മാളവികയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമില്ല, അഭിമാനം മാത്രം. അവൾക്ക് വിദ്യാഭ്യാസമില്ലായിരിക്കും, പക്ഷെ മനുഷ്യത്വമുണ്ട്. കുടുംബപ്പേരില്ലായിരിക്കും, പക്ഷെ സ്നേഹമുണ്ട്. അവളുടെ അച്ഛൻ ആശാരിയായിരിക്കും, പക്ഷെ അദ്ദേഹം എൻ്റെ അച്ഛന് ജീവൻ തന്നവനാണ്. അവൻ ദിവ്യയുടെ അടുത്തേക്ക് ഒരു ചുവട് വെച്ചു. ഇനി മേലാൽ നീയോ നിന്റെ അമ്മയോ ഈ വീടിൻ്റെ പടി ചവിട്ടരുത്. എൻ്റെ ഭാര്യയെ അപമാനിക്കുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല, മനസ്സിലായോ? ദിവ്യയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞോടി കാറിൽ കയറിപ്പോയി. ഹാൾ നിശബ്ദം. വല്യമ്മച്ചി കണ്ണുനീർ തുടച്ചുകൊണ്ട് ചിരിച്ചു.
മോനെ ആദി. ആദിത്യ ഒന്നും മിണ്ടിയില്ല. അവൻ ഇപ്പോഴും മാളവികയുടെ കൈ പിടിച്ചിരിക്കുകയാണ്. മാളവികയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുകയാണ്. പക്ഷേ ചുണ്ടിലൊരു പുഞ്ചിരി, വിശ്വസിക്കാൻ കഴിയാത്ത പുഞ്ചിരി. സാറേ, നിങ്ങൾ? അവളുടെ ശബ്ദമിടറി. ആദിത്യ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവൻ്റെ മുഖം മയപ്പെട്ടു. കരയാതെ, അവൻ മെല്ലെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പൂച്ചക്കണ്ണുകൾ കരയാനുള്ളതല്ലെന്ന്. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് അവളുടെ കണ്ണുനീർ തുടച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ കവിളിൽ തൊട്ടപ്പോൾ അവളൊന്ന് വിറച്ചു. വല്യമ്മച്ചി പതിയെ അകത്തേക്ക് പോയി. ഇനി അവർ സംസാരിക്കട്ടെ. ആദിത്യ അവളുടെ കൈവിട്ടു, പക്ഷേ അകലേക്ക് പോയില്ല. വേദനിച്ചോ? മാളവിക ഇല്ലം തലയാട്ടി. ഇല്ല സാറേ, ഇപ്പോൾ വേദനയില്ല, സന്തോഷമാ. എന്തിന്? നിങ്ങൾ എന്നെ. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. എൻ്റെ അച്ഛനെ ഓർത്ത് നിങ്ങൾക്ക് നാണമില്ലെന്ന് പറഞ്ഞപ്പോൾ അത് മതി, എനിക്ക് അത് മതി, ജീവിതകാലം മുഴുവൻ. ആദിത്യയുടെ നെഞ്ചിൽ എന്തോ ഒന്ന് പിടഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഈ പെണ്ണ്, ഈ പാവം പെണ്ണ്, ദേഷ്യപ്പെട്ടിട്ടും വെറുത്തിട്ടും അപമാനിച്ചിട്ടും അവൾ തന്നെ സ്നേഹിച്ചു, കൂട്ടിരുന്നു, കാത്തിരുന്നു. മാളു, അവൻ വിളിച്ചു. അവൾ ഞെട്ടി. അവൻ ആദ്യമായി സ്നേഹത്തോടെ, ദേഷ്യമില്ലാതെ വിളിക്കുന്നു. നീ എൻ്റെ ഭാര്യയാണ്, അവൻ പറഞ്ഞു. കടം വീട്ടാൻ കെട്ടിയതല്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. നീയാണ് എൻ്റെ അഭിമാനം, മനസ്സിലായോ? മാളവികയുടെ കണ്ണുനീർ വീണ്ടും വീണ്ടും വന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. മാസങ്ങളുടെ വേദന, കാത്തിരിപ്പ് എല്ലാം ആ കരച്ചിലുണ്ടായിരുന്നു. ആദിത്യ ഒരു നിമിഷം നിന്നു. പിന്നെ പതിയെ, വളരെ പതിയെ അവളുടെ തലയിൽ കൈവച്ചു. അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ആദ്യത്തെ ആലിംഗനം, ദേഷ്യമില്ലാതെ, കടമയില്ലാത്ത ശുദ്ധമായ സ്നേഹത്തിൻ്റെ കെട്ടിപ്പിടുത്തം. ഇനി ആരും നിന്നെ കരയിക്കില്ല, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. ഞാൻ സമ്മതിക്കില്ല. പുറത്ത് സന്ധ്യ മയങ്ങി. പക്ഷേ തറവാട്ടിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞു, സ്നേഹത്തിൻ്റെ തെളിച്ചം. കലിപ്പൻ തോറ്റു കൊടുത്തിരിക്കുന്നു പൂച്ചക്കണ്ണിയുടെ സ്നേഹത്തിന് മുന്നിൽ. ലെങ്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ 3 പാർട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഇത് കുഞ്ഞൊരു സ്റ്റോറിയാണ്, വേഗം തീർക്കണ്ട എന്നോർത്താണ് കുറേശ്ശെ തന്നത്. അപ്പം സമ്മതിക്കില്ല. എങ്കിലും സാരമില്ല. ദേ, ഇനി ഇത് വലിച്ചു നീട്ടാൻ പറയല്ലേ. ഞാൻ എഴുതിയതുപോലെ തന്നെ അങ്ങ് തന്നേക്കാം. അത് മതി. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇത് ഞാൻ സ്ഥിരം എഴുതുന്നെന്നും വ്യത്യസ്തമാണ്. അതിന് കാരണവുമുണ്ട്. അതറിയണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. പിന്നെ സ്റ്റോറി കൊള്ളാമോ? അഭിപ്രായം തുറന്നു പറഞ്ഞോളൂ.